നിങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായി അറിയുവാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലം കോർപ്പറേഷനിൽ UDFന് അധികാരത്തിലേക്ക് എത്തുവാൻ സാധിച്ചത്. യഥാർത്ഥം പറയുകയാണ് എങ്കിൽ അത് നമ്മുടെ പ്രദേശത്തൊക്കെ വളരെ വലിയ ആഘോഷമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷേ ഇത്രയെങ്കിലും ഒരു ചെറിയ രീതിയിൽ 5 പേരടങ്ങുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സമിതി ഇത്തരത്തിലെങ്കിലും നടപ്പിലാക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഒരു വിജയാഘോഷ പ്രവർത്തനത്തിൽ, ആ പ്രകടനത്തിൽ ഇവിടെയുള്ള മറ്റുള്ള എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി ഒരു വേദി ഒരുക്കണമെന്നുള്ളത് എക്കാലവും ഈ പ്രവർത്തകരാണ് നമ്മളുടെ വിശ്വാസം എന്നുറക്കെ പ്രഖ്യാപിച്ചാണ് അവർക്ക് വേണ്ടിയാണ് ഈ വേദി ഒരുക്കിയത്. അത്രത്തോളം വിഷമം അവരും അനുഭവിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മയ്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ഉമ്മനല്ലൂർ റാഫി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഹാർദവമായി ശ്രീ റാഫിക്ക് അവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഏതൊരു കാലഘട്ടത്തിലും അഴിഞ്ഞു വീഴാത്ത പൊന്നാമ്പരം കോട്ടകളെന്ന് ഇടതുപക്ഷ സഹയാത്രികർ വിശേഷിപ്പിച്ചിരുന്ന കോട്ടകളൊക്കെ തകർത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട നേതാക്കന്മാർ ഈ പ്രദേശത്ത് നിന്നും വിജയിച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരയൂരം അസംബ്ലിയിൽ നിന്ന് മാത്രം 13 കൗൺസിലർമാരെ സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഈ കഴിഞ്ഞ കാലത്ത് തൊട്ട് മുന്നിലെ കൗൺസിലിൽ 6 കോൺഗ്രസ് മെമ്പർമാരും 3 RSP മെമ്പർമാരും അടക്കം 9 പേരുമായി പ്രതിപക്ഷത്തെ അടിച്ചമർത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരുന്ന ഒരു കൗൺസിലിൽ നിന്ന് 27 പേരെന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഈ പ്രസ്ഥാനം കടന്നുവിട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് അവകാശപ്പെടുന്ന ജനാധിപത്യം ലവലേശം പോലും അടുത്തുകൂടി പോയിട്ടില്ലാത്ത ഇടതുപക്ഷ സഹയാത്രികർ നടത്തിയ ദുഷ്ഭരണത്തിന്റെ പേരിൽ മാത്രമാണ് 27 എന്ന അത്യപൂർവമായ മാന്ത്രിക സംഖ്യയിലേക്ക് UDF എത്തിച്ചേരാൻ സാധിച്ചത്. വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യം, 13 പേർ കൊല്ലം കോർപ്പറേഷനിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും, ഇരയൂരം നിയോജക മണ്ഡലത്തിൽ നിന്നും 13 കൗൺസിലർമാരും ഞാനടക്കം പ്രവർത്തിച്ച, എനിക്ക് ചുമതല കൂടി ഉണ്ടായിരുന്ന മയ്യനാട് ഗ്രാമപഞ്ചായത്ത്, ഈ മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും 15 മെമ്പർമാർ, അങ്ങനെ മൊത്തം 28 മെമ്പർമാരെയാണ് ഈ ഇരയൂരം നിയോജക മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട ഉദ്ഘാടകന്റെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ്, ഈ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷവും യുവാക്കളാണ്. നമ്മുടെ കൗൺസിലിൽ ജയിച്ചു വന്നതും പഞ്ചായത്തിലടക്കം ജയിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ജയിച്ചു വന്നിട്ടുള്ളത്. ആ യുവത്വത്തിന്റെ പ്രസരിപ്പ്, ആ സമരദീക്ഷണതയും ഉൾക്കൊള്ളുന്ന ഒരു ചെറുപ്പക്കാരനെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ ശിബി ബേബി ജോൺ സാറ് ഇരവിപുരത്തേക്ക് അയച്ചാൽ ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ 28 മെമ്പർമാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ശിബു ബേബി ജോണോടൊപ്പം ചേർന്ന് നിന്ന് RSPയുടെ ഒരു മെമ്പർ ഈ ഇരയൂരം അസംബ്ലിയിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രിയപ്പെട്ട അസൈൻ പള്ളിമുക്കൊക്കെ അറിയാം, നിരവധി നേതാക്കന്മാർ, ഞാനും അസൈൻ പള്ളിമുക്കുമൊക്കെ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ഒരു സമരവുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള, PK ഫിറോസ് അടക്കമുള്ള, ഉല്ലാസ് കോവൂർ അടക്കമുള്ള, നൌഷാദ് പുലത്തറ നൌഷാദ് അടക്കമുള്ള, അഡ്വക്കേറ്റ് വിഷ്ണു അടക്കമുള്ള RSPയുടെയും RYFന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാരെ അടച്ച് 14 ദിവസത്തോളം കാലം തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ അടച്ചപ്പെട്ട സാഹചര്യത്തിൽ പിണറായി വിജയൻ ഞങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമാണത്. ഒരു സഹായം എന്ന നിലയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏക സഹായം ഇതാണ്. കാരണം ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ സെപ്പറേറ്റ് കമ്മിറ്റി കൂടും, യൂത്ത് ലീഗുകാർ സെപ്പറേറ്റ് കൂടും, RYFകാർ സെപ്പറേറ്റ് കൂടും, UDYF ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രം കൂടും, അതിനുശേഷം ഇത് പിരിയപ്പെടും. പക്ഷെ 14 ദിനരാത്രങ്ങൾ ഒരു ജയിലിന്റെ 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ കിടന്ന് ഡേ നൈറ്റ് 24/7 ഫുൾ ടൈം രാഷ്ട്രീയം ചർച്ച ചെയ്ത് യുവജന പ്രസ്ഥാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പല പല ഭാഗങ്ങളിലും പല പല പ്രദേശങ്ങളിലും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് UDYFന്റെ ഒരു ക്യാമ്പായാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തത്. ജയിലിലെ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും UDYFന്റെ ഒരു ഐക്യം, ഒരു ക്യാമ്പ് പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, RYF-ന്റെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, ദേശീയ ജോയിന്റ് സെക്രട്ടറി, പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവർ ഉൾപ്പെട്ടുകൊണ്ട് വലിയൊരു ക്യാമ്പ് പോലെ ആ ജയിലിനെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ റിസൾട്ട് തന്നെയാണ് പ്രസിഡന്റ് ഈ വന്ന തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ വലിയൊരു പ്രാധാന്യവും നിങ്ങളടക്കമടങ്ങുന്ന നേതൃത്വം നൽകുകയും അതിനകത്ത് പ്രവർത്തിക്കാൻ എല്ലാ ഡിവിഷനിലും, ഞാൻ കണ്ട എല്ലാ ഡിവിഷനുകളിലും യുവാക്കളുടെ പ്രസരിപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ട നിങ്ങൾ പറഞ്ഞ പേരുകളിൽ നിന്ന് RRP ഇവിടെ സ്ഥാനാർത്ഥിയായി നൽകിയാലും അവരെ വിജയിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. കൊല്ലം മാറും എന്ന് പറഞ്ഞത് നിങ്ങളെ പോലുള്ള ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ മാറ്റം വരുത്തി. ഇനി തുടർന്നുള്ള 5 വർഷം കൊണ്ട് ഈ കോലവും ഈ കൊല്ലവും മാറണം എന്നുള്ളതാണ് ഈ സന്ദേശം, ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം. അതിന് അഭിമാനബോധത്തോടുകൂടി പറയാൻ സാധിക്കും, ശ്രീ AK ഹഫീസിന്റെ ആദ്യത്തെ പ്രഖ്യാപനം കൊല്ലത്തെ കീറി മുറിച്ചുകൊണ്ട് പണിതിരിക്കുന്ന മേൽപ്പാലം അത് പൊളിച്ചിട്ട് പില്ലറിൽ മേൽപ്പാലം പണിയും എന്ന് പറയുന്നത് തന്നെയാണ് ഈ കോലം മാറുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ചരിത്രപരമായ വിജയം നേടിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പേ ദേശീയ രാഷ്ട്രീയമെന്ന് പരാമർശിക്കാം. പല തെരഞ്ഞെടുപ്പുകളും വോട്ട് ചോറി അടക്കം നടത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയും ഒക്കെ പരാജയപ്പെടുന്നെങ്കിലും സമീപകാല രാജ്യത്തെ സംഭവവികാസങ്ങൾ വീക്ഷിക്കുമ്പോൾ ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. 1-2 ചെറിയ ഇൻസ്റ്റൻസ് കാര്യങ്ങളിൽ നിന്നാണ് അതിന്റെ ചലനം ആരംഭിച്ചത്. നമുക്കറിയാം, നമ്മുടെ തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു ഇൻഡിഗോ എന്ന വിമാന കമ്പനിക്കുണ്ടായ പ്രശ്നങ്ങളും ഇന്ത്യയുടെ യാത്രകൾ താറുമാറായി. അവിടെയാണ് ഇടത്തരക്കാരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതാണ്, ഇടത്തരക്കാരായിട്ടുള്ളവർ എന്നും നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകിയിരുന്ന ഒരു വലിയ ജനവിഭാഗം ആദ്യമായി തിരിഞ്ഞ് ചിന്തിച്ചു തുടങ്ങി. കാരണം ഇത് വെറും പടക്കവടി മാത്രമേ ഉള്ളൂ, ഫലപ്രദമായ ഒരു കാര്യവും ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കുന്നത്. ആരാവിൽ എന്ന് പറയുന്ന പർവ്വതനിര ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് ഡൽഹി വരെത്തുന്ന, രാജസ്ഥാനിൽ കൂടെ സഞ്ചരിച്ച് ഡൽഹി വരെത്തുന്ന പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് അവിടെ ഖനനം നടത്താനുള്ള ഒരു അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകുകയും അങ്ങനെ ഒരു ഖനനം ഇപ്പോൾ തന്നെ ഡൽഹിയിൽ താമസിക്കാനൊക്കാത്ത സ്ഥിതിവിശേഷമാണ്. കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല, പൊല്യൂഷനും മറ്റു കാര്യങ്ങൾ കൊണ്ട് താമസിക്കാനൊക്കാത്ത അവസ്ഥയിൽ ഡൽഹി കഴിയുമ്പോൾ ഈ ആരാവൽ പർവ്വതനിരയുടെ അവിടെ കൂടെ ഈ പറയുന്നത് പോലെ ഖനനവും നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞാൽ സ്ഥായിയായ പാരിസ്ഥിതിക ദോഷമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുജറാത്തിലടക്കമുള്ള ജനങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു. ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ജനവിഭാഗങ്ങളെ എങ്ങനെ അഴിഞ്ഞാട്ടക്കാരെന്ന് വിശേഷിപ്പിക്കാവുന്നവർ ഇറങ്ങി അവര് അക്രമം കാണിച്ചു എന്ന് കണ്ടതാണ്. അന്നേരം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ BJP പ്രസിഡന്റ് ഒരു പ്രസ്താവനയുണ്ട്, ചിലര് അങ്ങനെ ചെയ്തതിന് ഞങ്ങൾ BJP കുറ്റം പറയാനൊക്കെ. വസ്തുത എന്താണ്? ദുർഭൂതത്തെ ഇവർ അഴിച്ചുവിട്ടു കുടത്തിന്ന്. ദുർഭൂതത്തിനറിയാമോ കേരളത്തിൽ ഇപ്പം തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇങ്ങോട്ട് നിൽക്കണമെന്ന് ദുർഭൂതത്തിന് അറിയാൻ വയ്യല്ല. അഴിച്ചുവിട്ട ദുർഭൂതം അഴിചാടിക്കൊണ്ടിരിക്കുന്നു, അതാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുമ്പോൾ മതേതര വിശ്വാസികളായിട്ടുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരുടെ ഈ പോക്ക് രാജ്യത്തിന് ആപത്താണ്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയാണ് പ്രധാനമായി. നമുക്ക് എല്ലാവർക്കും അറിയാം, BJPയുടെ മുഖമുദ്രയെങ്കിൽ പാർലമെന്റിൽ പോലും സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും മുസ്ലിം എന്ന പേരെടുത്ത് പറയത്തില്ല. പറയുന്നത് എന്താണ്? അതിനേക്കാൾ അതിശയകരമായിട്ടാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്നാണ് പറയുന്നത്, അല്ലേ? മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാർ എന്നാണ്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല.
അങ്ങനെയുള്ള ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഈ തന്ത്രത്തിനെതിരെ പോരാടുന്ന അല്ലെങ്കിൽ രാജ്യത്തു നിന്ന് തന്നെ എൻ്റെ ഒരു തുടക്കം കുറിക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന പിണറായി വിജയനാണ്. അതുകൊണ്ട് ഈ SIR കൃത്യമായി കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ ഒരു 2% അവരുടെ കള്ളവോട്ട് അതോടെ തീർന്നു കിട്ടും. ഒരു 2% വോട്ട് അതോടെ തീർന്നു. അത് മതി. സാധാരണഗതിയിൽ 1%, 1.5% ഇതിന്റെ വ്യത്യാസം രണ്ട് മുന്നണികൾ തമ്മിൽ. അതുകൊണ്ട് അതിൽ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പിന്നെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ RSPയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ പരാമർശിച്ചു. RSP പോലൊരു പാർട്ടിയിൽ അതിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പ്രത്യേകിച്ച് ഒരു അധികാരമില്ല. പാർട്ടിയുടെ ഘടകങ്ങൾ കൂടി തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ പേരും നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇത്തവണ RSP അവതരിപ്പിച്ചിരിക്കും. അതിൽ പ്രായമുണ്ടോ പ്രായം കുറവാണോ അതൊന്നുമല്ല, ജയസാധ്യത പരിഗണിച്ചുകൊണ്ട് തന്നെ RSPയുടെ ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടായിരിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വിജയിച്ചു വന്ന ശ്രീ ഹഫീസിനെയും ഗോപനെയും ഇവിടെയുള്ള കൗൺസിലേഴ്സിനെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഇങ്ങനൊരു സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ച ഈ സമിതിയെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.